ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിൻ്റെ കീഴിൽ ഇല്ലീഗലായിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. KMBR 72ൻ്റെ വയലേഷൻ, സെറ്റ് ബാക്ക് ഇല്ലായ്മ, 23(2)ൻ്റെ വയലേഷൻ, ഇതെല്ലാം കണ്ടിട്ട് പോലും അസിസ്റ്റൻ്റ് എഞ്ചിനീയറും ബിൽഡിംഗ് ഇൻസ്പെക്ടറും യാതൊരു നടപടി എടുക്കുന്നില്ല. ആ ഹിയറിംഗിൽ തന്നെ വ്യക്തമാണ് 4 തവണ നോട്ടീസ് എതിർകക്ഷികളായ കെട്ടിടങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 4 തവണ. അതേപോലെ നികത്തിയെടുത്ത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ 3 വർഷം ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി നടന്നതാണ്. പേര് പറയുന്നില്ല. ചുള്ളിക്കൽ അബാദ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു 5 നില കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ. അതിന് ഇവിടുത്തെ ചെയർപേഴ്സണിൻ്റെ ഒരു ഒത്താശയുണ്ട്. നമസ്കാരം. കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിനു കീഴിൽ അനധികൃത കെട്ടിട നിർമ്മാണം നടക്കുന്നു എന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടും കെട്ടിടങ്ങൾ പൊളിക്കുന്നില്ലെന്ന് പരാതി. വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കമ്മീഷൻ എന്ന സംഘടന നൽകിയ പരാതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ കെട്ടിടങ്ങൾ പൊളിക്കാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. ചെയർപേഴ്സന്റെ ബന്ധുവിന്റെ അടക്കം കെട്ടിടം അനധികൃതമായാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. നമ്മുടെ പരാതി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിൻ്റെ കീഴിൽ ഇല്ലീഗലായിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പോരാത്തതിന് കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൊച്ചി പശ്ചിമകൊച്ചി എന്ന് പറഞ്ഞാൽ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കാണ്. അപ്പോൾ അതേപോലെ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളിന് വിപരീതമായിട്ടാണ് അവിടെ കെട്ടിടങ്ങളെല്ലാത്തിനും അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുമായിട്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ട് ഇപ്പം 5 മാസത്തിലേറെയായി. യാതൊരു നടപടികളും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, ജോയിൻറ്റ് ഡയറക്ടറിന് പരാതി കൊടുത്തു, പ്രിൻസിപ്പൽ ഡയറക്ടറിന് പരാതി കൊടുത്തു. ഈ കൊച്ചിൻ കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിൽ അനാസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയറക്ടറിന് പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CTPD വിജിലൻസിനും പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എൻക്വയറി നടന്നു. വിജിലൻസ് എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ രേഖകൾ തെളിഞ്ഞു. എല്ലാ രേഖകളും ഞങ്ങൾ വിവരാശം കൊടുത്തതിൻ്റെ മറുപടി നമുക്ക് കിട്ടിയതിൽ ഈ ബിൽഡിങ്ങുകളെല്ലാം ഇല്ലീഗലായിട്ടാണ് പണിതേക്കണമെന്ന് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. KMBR 72ൻ്റെ വയലേഷൻ, സെറ്റ് ബാക്ക് ഇല്ലായ്മ, 23(2)ൻ്റെ വയലേഷൻ, ഇതെല്ലാം കണ്ടിട്ട് പോലും അസിസ്റ്റൻ്റ് എഞ്ചിനീയറും ബിൽഡിംഗ് ഇൻസ്പെക്ടറും യാതൊരു നടപടി എടുക്കുന്നില്ല. ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരാതിക്കാരനായിട്ടുള്ള ഞാൻ ചെന്ന് പരാതികൾ കൊടുത്തിട്ട് ബിൽഡിംഗ് പണി പൂർത്തിയാകണവരെ കാത്തു നിന്ന് ബിൽഡിംഗ് പണി പൂർത്തിയാകണവരെ വെയിറ്റ് ചെയ്യുന്നതാണ്. കാരണം എങ്കിൽ മാത്രമല്ലേ അവർക്ക് പിന്നെ പൊളിക്കാൻ പറ്റുള്ളൂ. കാരണം ബിൽഡിംഗ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ അവർ ബിൽഡിംഗ് പണി പൂർത്തിയാണെന്ന് പറയാം. നമ്പർ കൊടുത്തിരുന്നത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തേക്കണത് 10 മാസം മുമ്പാണ്. ബിൽഡിംഗ് പണി പൂർത്തിയായത് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കണത്. ഇവർ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കണത് 2025 8 മാസമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ PDക്കും ജോയിൻറ്റ് ഡയറക്ടറിനും പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PD ജോയിൻറ്റ് ഡയറക്ടർ കളക്ടറേറ്റ് ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ ഓഫീസിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് സെക്രട്ടറിക്ക് നടപടി എത്രയും പെട്ടെന്ന് എടുക്കുന്നൊന്നും പരാതിക്കാരനായിട്ടുള്ള എനിക്ക് ഗവൺമെൻറ് സർക്കുലർ പ്രകാരം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പരാതിയുടെ പകർപ്പ് കൊടുക്കണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. 2.5 മാസമായി നടപടി എടുത്തിട്ടില്ല. 2.5 മാസം. സെക്രട്ടറി അടക്കം കോർപ്പറേഷൻ സെക്രട്ടറി, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതേപോലെ മറ്റേ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, മറ്റേ ബിൽഡിംഗ് ഇൻസ്പെക്ടർ, ഇവരെല്ലാവരും ഇതിൽ കണ്ണികളാണ്. ഇവരെല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കണതുകൊണ്ടാണ് ഇവർ ഈ നടപടികളൊന്നും എടുക്കാത്തത്. ഈ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബിൽഡിങ്ങിനെതിരെ നമ്മൾ പരാതി കൊടുത്തത് ആ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു ഹിയറിംഗ് നടന്നു. ആ ഹിയറിംഗിൽ തന്നെ വ്യക്തമാണ് 4 തവണ നോട്ടീസ് എതിർകക്ഷികളായ കെട്ടിടങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 4 തവണ അവർ വന്നിട്ടില്ല. ഇപ്പോൾ ഹിയറിങ്ങിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഹിയറിങ്ങിന് 24-ാം തീയതി വിളിപ്പിച്ചിട്ട് പോലും പരാതിക്കാരനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സംഘടനയിലുള്ള ആളുകളും വന്നിട്ടുണ്ട്. കെട്ടിട ഉടമകൾ ഹാജരായിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ കെട്ടിടത് KMBR കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത്. അവർ എത്രയും പെട്ടെന്ന് POക്ക് ഓർഡർ ചെയ്യാം, പൊളിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാമെന്നാണ് സെക്രട്ടറി അതിൽ എഴുതി തന്നേക്കണം. അതിൻ്റെ രേഖകളുണ്ട്, അതിൽ എഴുതി തന്നേക്കണം, സീലും വെച്ചിട്ടുണ്ട്. പക്ഷേ നടപടി എടുക്കില്ല. നടപടികൾ ഇതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു തോട് കൈകേറിയെടുത്ത ഒരു വ്യക്തി, രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് VJ ഹൈസന്ത്. അതേപോലെ നികത്തിയെടുത്ത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ 3 വർഷം ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി നടന്നതാണ്. യാതൊരു നടപടി ഇവിടുത്തെ സെക്രട്ടറി എടുത്തിട്ടില്ല. എന്നിട്ട്
ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി കേസ് പറഞ്ഞു WPC ഫയൽ ചെയ്തിട്ടാണ് 27234 WPC അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് വന്നത്. അതിന് നടപടികളെടുത്തത് ഈ വർഷം ജനുവരി 27-ാം തീയതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പൊളിച്ചു മാറ്റി ചെയ്തത്. ഇപ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇതേപോലെ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളിന് വിപരീതമായിട്ട് കൊച്ചിയിൽ ഇതേപോലെ കെട്ടിടങ്ങൾ പണിത് കഴിഞ്ഞാൽ, ഒത്താശ ചെയ്ത് പണിത് കഴിഞ്ഞാൽ ഭാവിയിലൊരു അപകടം പതുങ്ങിയിരിക്കുകയാണ്. കാരണം ഒരു ഫയർ ഉണ്ടാവുകയോ ഒരു ഫയർ ഉണ്ടാവുകയോ അതിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ പ്രോപ്പർ സെറ്റ് ബാക്ക് ഇല്ലാത്തതുകൊണ്ട് ആളുകളെ രക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. സെറ്റ് ബാക്ക് ഇല്ല, ഒരു വീടിനും പ്രോപ്പർ സെറ്റ് ബാക്ക് ഇല്ല. 2019 KMB ചട്ടത്തിൻ്റെ ഫുൾ വയലേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഭീമമായിട്ടുള്ള തുകയാണ് ഇവർ കൈക്കൂലി വാങ്ങുന്നത്. ഇതുപോലെ ബിൽഡിങ്ങുകൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അബാദ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഇവിടുത്തെ ചെയർപേഴ്സണായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പേര് പറയുന്നില്ല, ചുള്ളിക്കൽ അബാദ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു 5 നില കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ. അതിന് ഇവിടുത്തെ ചെയർപേഴ്സണിൻ്റെ ഒരു ഒത്താശയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, BA ആഷിക്കുന്ന അതിൻ്റെ പേര്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ 3.5 മാസമായി. ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആ ഭാഗത്തേക്ക് ചെന്നിട്ടില്ല. പ്രസ്തുത അതിൻ്റെ ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ സുമിത സുകുമാരനാണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ബിൽഡിംഗ് ഇൻസ്പെക്ടറിൻ്റെ പേര് പറഞ്ഞാൽ ഹരീഷ് ബാബുവാണ്. അതേപോലെ തന്നെ 7ാം ഡിവിഷനിൽ ഇപ്പോൾ ഹിയറിംഗ് നടന്ന വിഷയത്തിൽ അതിൻ്റെ എന്ന് പറയുന്നത് ജസ്ലിൻ ലില്ലി സാറ ജേക്കബാണ്. അതിൻ്റെ ബിൽഡിംഗ് ഇൻസ്പെക്ടറും ഹരീഷ് ബാബുവാണ്. ഹരീഷ് ബാബു ഇവരെ സഹായം ചെയ്യാൻ വേണ്ടി ഈ KMBRൻ്റെ ചട്ടങ്ങൾ വളച്ചൊടിക്കുന്നതാണ്. ആ ഹിയറിംഗ് നോട്ടീസിൽ എഴുതി വെച്ചേക്കണത് KMBR ചട്ടം 4(5)(2) വയലേഷനും പിന്നെ 26ൻ്റെ വയലേഷനും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഹിയറിംഗ് നടത്തിയ സമയത്ത് ഞാൻ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തു, നിങ്ങൾ വേണമെങ്കിൽ ആ ബിൽഡിംഗ് പോയി പരിശോധിച്ച് നോക്കുക. കാരണം ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പണിതേക്കണത് മൊത്തം പൊളിച്ചു മാറ്റിയിട്ട് 2ാമത് പണിതേക്കണതാണ്. 72 പ്രകാരമാണ് അതിന് പെർമിറ്റ് കൊടുത്തേക്കണം. അതായത് ഫസ്റ്റ് ഫ്ലോർ മാത്രം പണിയാൻ, താഴെ പൊളിക്കാൻ പാടില്ല. പക്ഷേ അവർ ചെയ്തേക്കണത് അതല്ല.